മെയ് 4-നുള്ള കാത്തിരിപ്പിലാണ് സംസ്ഥാനത്തെ മുന്നണികളെല്ലാം. ഈ അവസരത്തിൽ തവനൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ KT ജലീൽ തവനൂർ മണ്ഡലത്തിലെ തൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പെല്ലാം? തെരഞ്ഞെടുപ്പ് വളരെ ഗംഭീരമായിരുന്നു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനേക്കാളും ഞാൻ ആസ്വദിച്ച തെരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യം. മികച്ച ഭൂരിപക്ഷത്തിന് ഇത്തവണ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണ് അതിനുള്ളൊരു കാരണം? അതിൽ വ്യത്യസ്തമായിട്ട് അല്ല, എനിക്ക് അറിയാത്ത മുഖങ്ങളില്ല, ഞാൻ എത്തിപ്പെടാത്ത പ്രദേശങ്ങളില്ല. ഏത് മുക്കുമൂലയിൽ ചെന്നാലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, തൊട്ട് കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഒരു സ്ഥലത്ത് ചെന്നിട്ടും എനിക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്ന ചോദ്യത്തിന് അവരെ സാക്ഷിയാക്കി പറഞ്ഞു കൊടുക്കാൻ ഒരു പദ്ധതിയില്ലാത്ത ദിക്കുണ്ടായില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ അനുഭവം എന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ UDF വലിയ പ്രതീക്ഷയാണ്. തങ്ങൾ തന്നെ സാദിഖലി തങ്ങൾ തന്നെ പറഞ്ഞത് 16 മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിൽ വിജയിക്കുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ആർക്കും എന്തും ആഗ്രഹിക്കാമല്ലോ. ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നുവെങ്കിൽ ഭിക്ഷാന്തേഹികൾ പോലും സവാരി ചെയ്തേനെന്നാണ്. അപ്പോൾ അങ്ങനെ സവാരി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ തവനൂർ അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, LDF. ഇപ്പോൾ താഴെ തട്ടുന്ന കണക്കുകളൊക്കെ ലഭിച്ചിരിക്കും. ഏതാണ്ട് എത്രത്തോളം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം ഒരു 10,000-ഓളം ഭൂരിപക്ഷമാണ്. 10,000-ത്തിലധികം ഭൂരിപക്ഷം അതുണ്ടാകുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. 17,000 ചില്ലാനം ഭൂരിപക്ഷം ഉണ്ടായൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. BJPയുടെ വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം എനിക്കുണ്ടാകും. BJPയുടെ വോട്ട് അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഭൂരിപക്ഷം കുറയാറ്. BJP 16,000-നും 20,000-നും ഇടയിൽ വോട്ട് പിടിക്കുമെന്നാണ് അവരുടെ കണക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10,000-ത്തിലധികം വോട്ടുകൾക്ക് ഞാൻ ജയിക്കും. കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പ്രചരണത്തിൻ്റെ തിരക്കിനിടയിലൊക്കെ നമ്മുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് രസകരമായുള്ള അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടാവുന്ന പല അനുഭവങ്ങളും പല പ്രദേശത്തിലും ഉണ്ടാകും. അത്തരത്തിൽ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നല്ലൊരു അനുഭവം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്ക് നിലവിലുള്ള MLA എന്നുള്ള നിലയിൽ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഉച്ചക്ക് പങ്കെടുത്തത് മാണൂരിലാണ്. അപ്പോൾ മാണൂരിൽ ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള CP ബാവ ഹാജി തെരഞ്ഞെടുപ്പിലുടനീളം എനിക്കെതിരായിട്ട് എന്നെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നന്നായി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലുണ്ട്. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ എൻ്റെ ഷൂ കാണാനില്ല. അപ്പുറത്ത് ഒരു പഴയ ഷൂ ഇതിൻ്റെ അതുപോലത്തെ അതേ കമ്പനിയുടേത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആരെങ്കിലും മാറിക്കൊണ്ടുപോയതായിരിക്കും. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ ലീഗിന് പറ്റില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ പുതിയ ഷൂ എങ്കിലും എടുത്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിയതായിരിക്കും ആരെങ്കിലും എന്ന് തമാശക്ക് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഗൺമാന് പറഞ്ഞത്, CP ബാവാജി ധൃതിയിൽ നിങ്ങളിവിടെ ഉണ്ട് എന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഷൂ ഇട്ടാണോ പോയിട്ടുള്ളത് എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലത്തെ ഒരു ഷൂ ആണ് അദ്ദേഹം ഇട്ട് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഷൂ മാറിയിട്ട് പോയതായിരിക്കും ധൃതിയിൽ. അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഷൂ ഇരിക്കുന്നുണ്ട് താനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിളിച്ചു ബാവാജിയെ. അപ്പോൾ ബാവാജി നോക്കുമ്പോൾ ഷൂ മാറിപ്പോയിക്കണം. അപ്പോൾ അദ്ദേഹം ഡ്രൈവറുടെ അടുത്ത് ആ ഷൂ ഇങ്ങോട്ട് കൊടുത്തയച്ചു. മറ്റേ ഷൂ അദ്ദേഹം ഡ്രൈവർ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ബാവാജിയുടെയും എൻ്റെയും ഷൂ മാത്രമല്ല ഞങ്ങളുടെ മനസ്സും ഒന്നാണ്. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു രസകരമായ അനുഭവം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഉണ്ടായി. പുതിയ മന്ത്രിസഭ വീണ്ടും വരും, 3ാം തവണയും പിണറായി തന്നെ വരും.
അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും കഴിഞ്ഞ തവണ വിവാദങ്ങൾക്കിടയിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. വീണ്ടും ഒരു മന്ത്രിസ്ഥാനമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതെല്ലാം ഒന്നാമത്തത് കോൺഗ്രസ് പോലെ അല്ലല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാം തവണ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം എന്തായാലും അത് ശിരസാ വഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. പാർട്ടിയിൽ നിന്നതിൻ്റെ ഇടയിൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കൈപ്പേറിയാനും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന അത്ര എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനേക്കാളും തവനൂരിൽ ഞാൻ 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, 4ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനേക്കാളും CPM പാർട്ടി മെഷീനറി ചലിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അത്ര ചലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ കയ്യും മെയ്യും മറന്ന് സഹകരിച്ചു, പ്രവർത്തിച്ചു. ഒരു വീട് പോലും കയറാത്തതായിട്ട് ഉണ്ടാവില്ല. അത്രമാത്രം CPM പാർട്ടി എൻ്റെ വിജയത്തിനായിട്ട് രംഗത്തിറങ്ങി. പ്രാദേശിക പ്രവർത്തകരും വിജയരാഘവൻ്റെ നേതൃത്വത്തിൽ, പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ സംഘടനയുടെ പ്രവർത്തനം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയത്. ജില്ലാ സെക്രട്ടറി അനിൽ നേരിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നോക്കിയത്. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സാനു ഓരോ നിമിഷത്തിലും അവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്ത് ആദ്യന്തം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തവനൂരിൽ വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് KT ജലീൽ. തവനൂരിൽ നിന്നും ക്യാമറമാൻ അമർജിത്തിനോടൊപ്പം TK രവീന്ദ്രൻ, അമൃത ന്യൂസ്.